ആരാണ് പഞ്ചുരുളി എന്നറിയാമോ? ശക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും പ്രപഞ്ചനാഥയുമായ ആദിപരാശക്തിയുടെ 7 വിഭിന്ന രൂപങ്ങളാണ് സപ്തമാതാക്കൾ: ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, പഞ്ചമി, കൗമാരി, ചാമുണ്ഡി എന്നീ ഭഗവതിമാരാണ് സപ്തമാതാക്കൾ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇന്ദ്രൻ, യമൻ, മുരുകൻ തുടങ്ങിയ 6 ദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് ആവിർഭവിച്ച ശക്തിഭാവങ്ങളാണ് സപ്തമാതാക്കൾ. യുദ്ധദേവതകളാണ് സപ്തമാതാക്കൾ. വിഷ്ണുവിന്റെ അവതാരമായ വരാഹ അവതാരത്തിന്റെ സ്ത്രീ ശക്തി രൂപമാണ് വരാഹി. വരാഹി എന്നാൽ പന്നി എന്നാണ് അർത്ഥം. വരാഹി സങ്കല്പത്തിലുള്ള തെയ്യമാണ് പഞ്ചുരുളി. തുളു ഭാഷയിൽ പഞ്ചി എന്നാൽ പന്നിയാണ്. പഞ്ചിയിരുകാളിയാണ് പഞ്ചുരുളിയായി മാറിയതത്രേ. ഈ മൂർത്തി ശാന്തതയും രൗദ്രഭാവവും ഒരേപോലെ പ്രകടിപ്പിക്കുന്ന മൂർത്തിയാണ്. ശാന്തരൂപത്തിൽ നൃത്തം തുടങ്ങി രൗദ്രഭാവം കൈക്കൊള്ളുകയാണ് ചെയ്യുക. നൃത്തത്തിന്റെ മൂർധന്യത്തിൽ ഭക്തരുടെ നേർക്ക് ഓടി അടുക്കുകയും അലറി ബഹളം വയ്ക്കുകയും മുടികൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ശാന്തമായിരുന്ന ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഈ ദൈവങ്ങളെ സാധാരണ ദേവീ ദേവന്മാരെ പോലെ എല്ലാ ദിവസവും ആരാധിക്കാറില്ല. വാർഷിക ആരാധനപരമായ ഉത്സവങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു കഥയും പ്രാബല്യത്തിൽ ഉണ്ട്. ഒരിക്കൽ ഒരു കാട്ടുപന്നി 5 പന്നിക്കുട്ടികൾക്ക് ജന്മം നൽകി. എന്നാൽ അവയിൽ ഒന്ന് വഴിതെറ്റി എങ്ങോട്ടോ പോയി. ഭാഗ്യവശാൽ അത് പാർവതി ദേവിയെ കാണുന്നു. അവർ അതിനെ കൈലാസ പർവ്വതത്തിൽ വളർത്തുന്നു. പന്നിക്കുട്ടി വളർന്നപ്പോൾ അത് കൊമ്പുകൾ ഉപയോഗിച്ച് വിളകളും സസ്യങ്ങളും നശിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് തുടർന്നപ്പോൾ ഭഗവാൻ ശിവൻ ഇടപെടേണ്ടി വരുന്നു. നിർഭാഗ്യവശാൽ പന്നിയെ കൊല്ലേണ്ടി വരുന്നു. എന്നിരുന്നാലും പാർവതീദേവിയുടെ ദുഃഖം കണ്ടപ്പോൾ ശിവൻ പന്നിയുടെ ആത്മാവിനെ പുനർജീവിപ്പിച്ച് പഞ്ചുരുളിയായി ഭൂമിയിലേക്ക് തിരിച്ചേക്കുന്നു. പഞ്ചുരുളിയുടെ ഉദ്ദേശം വിളകളെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതായി മാറി. അതിനുശേഷം ആളുകൾ പഞ്ചുരുളിയെ ആദരിച്ചു തുടങ്ങി. അവരുടെ വിളവ് സംരക്ഷിച്ചതിന് നന്ദിസൂചകമായി അരി അർപ്പിക്കാൻ തുടങ്ങി. മുൻകാല പ്രവർത്തികൾക്ക് പ്രായശ്ചിത്തമായി പഞ്ചുരുളിയെ ഭൂമിയിൽ വസിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും വിധിക്കപ്പെട്ട ശിവന്റെ കാട്ടുഗണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു.